ഈ കവിത എന്ന് പറയുമ്പോൾ എഴുത്തുകൾ എത്രത്തോളം ഉള്ളിലുണ്ട്? ഐ മീൻ എഴുതി വെക്കാറുണ്ടോ കാര്യമായിട്ട്? ഞാനെന്ന് വെച്ചാൽ എഴുതണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇവന്മാരുടെയൊക്കെ കവിത വായിക്കുമ്പോൾ ഞാൻ എന്തിനാ വെറുതെ ഇങ്ങനെ അറിയാവുന്നത് എഴുതി ഞങ്ങൾ വായിച്ചു. അറിയാവുന്നവന്മാരൊക്കെ നന്നായി എഴുതുന്നുണ്ട്. ഞാൻ വെറുതെ എന്തിനാ ഈ മണ്ടത്തരങ്ങളൊക്കെ എഴുതിയിലേക്ക് എന്നാലും വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുക്കും. കവിതകളായിട്ട് എഴുതും. കവിതകളൊക്കെ നീ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ ഈ അടുത്ത കാലത്ത് കവിത ഒരു കവിത 2 കവിതകൾ എനിക്ക് ദേശാഭിമാനിയിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണ്ടിയിട്ട് വേണമെങ്കിൽ നേരത്തെ നീ ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ, ആൾക്കൂട്ടത്തിലൊരാളായിരുന്നു, പിന്നെ ഒരു ഡയലോഗ് പറയാൻ വന്നു. അപ്പോൾ അതിനൊക്കെ ഒരു തുടർച്ചയായിട്ട് ഞാൻ എഴുതി വെച്ചൊരു കവിതയുണ്ടായിരുന്നു. ഇതൊക്കെ സിനിമയായിട്ട് ജാഥയിലെ ആൾക്കൂട്ടത്തിൽ ഏറ്റവും പിറകിലായിരുന്നു. മുന്നോട്ട് വരാൻ ആഞ്ഞു നോക്കി, നടന്നില്ല. മുഷ്ടി ചുറ്റിപ്പിടിച്ച് ഉച്ചത്തിൽ ഉറച്ചു വിളിച്ച് മുന്നിൽ നിൽക്കാൻ പിന്നെയും എത്രയോ കാലം. ആളായി, ആർപ്പായി, ആരവമായി കൊടിവെച്ച കാറിൽ വടിവത്ത കതറിൽ വന്നിറങ്ങാൻ പിന്നെയും എടുത്തു അനേക കാലം. നമ്പൂരിയുടെ പൂണൂല് പൊട്ടിച്ച് നിസ്കാരത്തഴമ്പിലേക്കും ലോഹയിലേക്കും സാഹസപ്പെട്ട് മാന്ത്രികനെ പോലെ ചിലപ്പോഴൊക്കെ ഒരു അഭ്യാസിയെ കണക്കെ. കവലയിലെ മുറുക്കാൻ കടയിൽ നിന്നും ജംഗ്ഷനിലെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് അവൻ വന്നിറങ്ങിയത് മെഴ്സിഡീസ് ബെൻസിൽ. തുടക്കം ഗുണ്ടാതലവൻ്റെ ശിങ്കിടി. ചേരി പൊളിച്ച് അധോലോകം നേടാൻ നഷ്ടങ്ങൾ, അനേകായിരം നഷ്ടങ്ങൾ. കോൺസ്റ്റബിളിൽ നിന്ന് SP-യിലേക്കും ലഫ്റ്റനൻറ്റ് കേണലിൽ നിന്ന് സൈബർ സെല്ലിലേക്കും അതിവേഗത്തിൽ ട്രാൻസ്ഫറിൽ ഓടിക്കളിച്ചു. കല്യാണ വീട്ടിൽ മണവാളനാകും, അച്ഛനാകും, അളിയനാകും, അമ്മാവനാകും. മരണവീട്ടിൽ മൃതദേഹം മുതൽ ശാന്തിക്കാരൻ വരെ. 2 അറ്റവും വലിച്ചു കെട്ടിയ കയറിലൂടെയുള്ള ഒരു സർക്കസുകാരൻ്റെ ബാലൻസ് ഇല്ലാത്ത യാത്രയ്ക്ക് ശേഷമാണ് ഒരുവൻ വെള്ളിത്തിരയിൽ വെട്ടിത്തിളങ്ങുക എന്നത് സംഭവിച്ചേക്കാവുന്നത്. കോടമ്പക്കത്തെ പൈപ്പ് വെള്ളത്തിനേക്കാൾ ചവർപ്പുണ്ടത്രേ കൊച്ചിയിലെ കോർപ്പറേഷൻ വാട്ടറിന്. ജാഥയ്ക്ക് പിറകിൽ നിന്ന് ഒരടി വയ്ക്കാൻ കഴിയാതെ ആൾക്കൂട്ടത്തിൽ തിരക്കിൽ വീണുപോകുന്ന അനേകായിരങ്ങളെ പകർത്താൻ ഇനിയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു പുതിയൊരു ക്യാമറ. എത്ര പേരുണ്ടെന്നറിയോ? ഒരു സീനിൽ അഭിനയിച്ചിട്ടും 2 സീനിൽ അഭിനയിച്ചിട്ടൊക്കെ ഇങ്ങനെ വന്നിട്ട് അനുഭവങ്ങളാണ് കൃത്യം കടന്നു വന്ന വഴികളല്ല. സീനിൽ വന്നു, പിന്നെ ജാഥയിൽ നിന്നു, പിന്നെ ഒരു കതറിട്ട് വന്നു, പിന്നെ കൊടിവെച്ച കാറിലാവും വരിക. ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ കയറ്റുണ്ടാവും. അവസാനം ഇങ്ങനെ. പക്ഷേ ഒരു സീനിൽ അഭിനയിച്ചിട്ട് ഇപ്പോഴും ഈ കൊച്ചിയിലെ കോർപ്പറേഷൻ വാട്ടർ വെള്ളം കുടിച്ച് ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. നമ്മൾ ഒരു 3 പേരോ 30 പേരെയോ നമ്മൾ കാണുന്നുള്ളൂ. അപ്പം അമ്മയിൽ തന്നെ 500 ചില്ലാനം മെമ്പർമാരിൽ എത്ര പേരാണ് അഭിനയിക്കുന്നത്? ശരിയാണ്. ഇന്ന് പുതുമുഖങ്ങളായിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ 30 പേര് വരുന്നെങ്കിൽ 30,000 ആളുകൾ ഇതിന് സിനിമ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ക്യൂ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മളിങ്ങനെ ഓരോ ഫ്ലാറ്റിൽ പോയാൽ കാണാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയാൽ, അല്ലെങ്കിൽ ഇപ്പോഴെനിക്കറിയാം, ഇപ്പോഴും വടക്കാഞ്ചേരിയിലൊരു സുഹൃത്തുണ്ട് എനിക്ക്. ഞാൻ കുടമാറ്റം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ അന്ന് എൻ്റെ കൂടെ ഈ ഷൊർണൂരും ചെറുതുരുത്തി സൈഡിലൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ അന്ന് ലൊക്കേഷനിൽ വെച്ച് പരിചയപ്പെട്ടുള്ള ഒരുത്തരാണ്. ഇന്നും അവനെ അടുത്ത് വിളിക്കും, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട്. പ്രണയവർണ്ണങ്ങളുടെ കാലത്ത് കോളേജ് ക്യാമ്പസിൽ അതിൽ പ്രണയവർണ്ണങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അവൻ. സിയാദ് എന്ന് പറഞ്ഞൊരുത്തൻ. അവനാണ് അടി കിട്ടിയിട്ട് ബിജുമേൻ്റെ കാലിൽ വന്ന് വീഴുന്നൊരു സീനൊക്കെ ഉള്ള. സിയാദ് ഇപ്പോഴും വിളിക്കും, എടാ എന്തെങ്കിലുമൊക്കെ നിൻ്റെ വരുമ്പോൾ. അങ്ങനെ ദൂരം പേര് ഒരുപാട് ജീവിതങ്ങളുണ്ടല്ലോ. ജീവിതങ്ങളുണ്ട്, ഇപ്പോഴും ഉണ്ട് ഒരുപാട് ആളുകൾ. അതുപോലെ തന്നെ കൊച്ചിയിൽ നിങ്ങൾക്ക് അറിയാതെ എത്രയോ ആളുകൾ അഭിനയിക്കാനും സിനിമ ഉണ്ടാക്കാനും തിരക്കഥ എഴുതാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്കറിയാം. എന്നല്ലേ പറഞ്ഞാൽ നമ്മൾ കാണുന്നതിൻ്റെയും അറിയുന്നതിൻ്റെ അപ്പുറത്തെ ആളുകൾ ഇതിനു വേണ്ടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരെ സാധ്യതകളുണ്ട്. ഇപ്പോൾ അവർക്ക് ഞാൻ പറയാം, ഇപ്പോൾ RDX ഹിദായത്ത് അവനോട് മറ്റേ സൊമാറ്റോയിൽ വർക്ക് ചെയ്തിരുന്നു. ഇന്ന് പിള്ളേർക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനുള്ള സാധ്യതകളുണ്ടായി. മീൻസ് എന്തെങ്കിലും തൊഴിലൊക്കെ എടുത്ത്, അല്ലെങ്കിൽ പകൽ ഊബർ വഴി, അല്ലെങ്കിൽ രാത്രി ഊബർ വഴി, പകൽ സിനിമയിൽ അങ്ങനെയൊക്കെ നോക്കി പല വരുമാനത്തിന് സാധ്യതകളൊക്കെ ഉണ്ട്. നമ്മളെ കാലത്തൊന്നും ഇല്ലല്ലോ.
ഞാനൊക്കെ ചേരുന്ന വണ്ടി കയറുക, രാവിലെ 6 മണിക്ക് ഇവിടെ എത്തണം എന്ന് പറഞ്ഞാൽ ബസ്സില്ല. തലേദിവസം മുന്ന് കിടക്കേണ്ടി വരും. അല്ല, വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഈ പെട്രോൾ എടുക്കാൻ മലപ്പുറം സൈഡിൽ നിന്ന് ടാങ്കർ ലോറി വരും, അതിൽ കയറി വരും. വണ്ടിക്കൂലി ലാഭമാണ്, അവർക്ക് 10 റുപ്യ 20 റുപ്യ കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ കയറി വന്ന് അഭിനയിച്ചിട്ടുണ്ട്. ഇഷ്ടംപോലെ അഭിനയിച്ചിട്ടുണ്ട്. അതൊന്നും വലിയ കഥ മറ്റേ കുടമ്പകത്തെ പൈപ്പ് വെള്ളം പോലെ നമ്മളിങ്ങനെ പറയേണ്ട കാര്യം. എല്ലാവർക്കും ഇതുപോലുള്ള കഥകളൊക്കെ ഉണ്ടെന്നേ. സ്ട്രഗിൾ ചെയ്യാതൊന്നും ആരും വന്നിട്ടില്ല. പക്ഷെ കരുത്തുണ്ടാവണം, ഇവിടെ നിൽക്കാനുള്ള വിൽ പവർ. ഞാൻ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നൊരു സാധനം ഉണ്ടല്ലോ, അതല്ല, എനിക്ക് പറ്റും, ഐ ക്യാൻ എന്നുള്ള സാധനത്തിൽ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ നിരാശരാവുക എന്നുള്ളത് നിരാശർക്ക് പറ്റിയതല്ല. പിടിച്ചു വെക്കാനുള്ള മനക്കരുത്തുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ശ്രമിച്ചിട്ട് വിട്ടുകളെന്നിറക്കുള്ള അല്ല സിനിമ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. ഒരു ശ്രമം എന്നുള്ളതേ എന്തോരം ശ്രമങ്ങളിലൂടെയാണ് ഒന്ന് നിലനിൽക്കാൻ പറ്റുക എന്നുള്ളത്. നിരന്തരമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കണം. സിനിമ ഇപ്പോഴും നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമയെ. അല്ലാതെ ഇപ്പോൾ ആർക്കുമില്ലെന്നേ, അങ്ങനൊന്നും ഇല്ല. നമുക്ക് തന്നെ പറഞ്ഞിട്ടില്ല, പലരും മണിക്കെന്ന് പറയുന്ന സിനിമ ഞാൻ അങ്ങോട്ട് ചോദിച്ചു മേടിച്ചാണ്. ശരിയാണ്. മറ്റേ ഇതെന്തോ കുശുബം നമുക്ക് കൂടി വെച്ച് രഞ്ജിത്തേട്ടൻ്റെ സിനിമയുടെ പേരെന്തായിരുന്നു? കയ്യൊപ്പ്. അത് മനോഹര കവിത പോലുള്ള സിനിമ, കവിത പോലത്തെ സിനിമ. കയ്യൊപ്പ് എത്രയോ വട്ടം രഞ്ജിത്ത് നമുക്ക് സിനിമ ചെയ്താലോ? നീ അന്ന് പറഞ്ഞ പഴയത്, ഞാൻ ഇപ്പോൾ ഫ്രീ ആടാ, നമുക്കിപ്പോൾ ചെയ്യാടാ, അങ്ങനെ ചെയ്യാണ്. അല്ലാതെ ആഗ്രഹമാണല്ലേ ശരിക്കും ഇതൊക്കെ ചെയ്യിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം മമ്മൂക്കയ്ക്ക് മാത്രമല്ല, ഇപ്പം ഇക്കും ചൂസ് ചെയ്യുന്ന ഒരു സമയമാണ് ഇപ്പം. ഇന്നലെ ഞാൻ തരുണായിട്ട് ഞാൻ സാധിച്ചു. തരുൺ, ഞാൻ പേരൊന്നും പറയില്ല, തരുൺ ഇങ്ങനെ കാസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ കുറച്ച് നടന്മാരുടെ ഇവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വിളിക്കേണ്ട, എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വിളിക്കേണ്ട. ഞാൻ ലീഡിങ് ആണ്, അല്ലെങ്കിൽ ഇപ്പോൾ പടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്നിട്ടും അപ്പോൾ ഇത് സിനിമയുടെ ഒരു ഭാഗമാണ്. അതിപ്പോൾ ഒരാളോട് ചോദിക്കുക എന്നുള്ളത്, എനിക്ക് പണി അറിയാം, എന്നെ ആരെങ്കിലും വന്ന് വിളിച്ചോളും എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നാൽ നടക്കുന്ന കാര്യമല്ല സിനിമ. നമ്മൾ നിരന്തരമായിട്ട് ഉള്ള ആളുകളോട് ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കൂടെ അൻവർ റഷീദിനോട് ചോദിച്ചോളൂ, എന്തെങ്കിലും അമ്പോ പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ നിരന്തരം ആളുകളോട് ചോദിക്കുക. അത് ഇത്ര വലിയ തെറ്റുള്ള കാര്യമല്ല, ചോദിച്ചുകൊണ്ടേയിരിക്കുക.